പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടി, ഒരു പുത്തൻ പുലരി കൂടി നമുക്ക് ദാനമായി തന്ന, ആയുസ്സും ആരോഗ്യവും ബലവും തന്ന നീതിസൂര്യനാകുന്ന യേശു കർത്താവിൻ്റെ ആ ശോഭയേറും കിരണങ്ങൾ തഴുകി തലോടുമ്പോൾ ആശ്വാസത്തോടെ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് സന്തോഷത്തോടെ ആരംഭിക്കുവാൻ വേദവചന ധ്യാന ചിന്തയിലേക്ക് അടക്കാം. ഇന്നത്തെ അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം ഇന്നത്തെ വേദവചനത്തിന് ആധാരമായി വായിക്കുന്നു. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 35. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. വളരെ നമുക്കറിയാവുന്ന ഒരു വേദവചനമാണ്. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതായ ഒരു അവകാശവാദമാണ് യേശു ജീവന്റെ അപ്പമാകുന്നു എന്നുള്ളത്. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിന് അതിന്റെ പ്രത്യേകതയുണ്ട്. അതിനകത്ത് അത്ഭുതങ്ങൾ എന്നൊരു വാക്കില്ല. അടയാളം ദൈവം കാണിക്കുന്ന അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് മറ്റു 3 ഗോസ്പലുകൾ സിനോപ്റ്റിക് എന്നറിയപ്പെടുമ്പോൾ ഈ സുവിശേഷം വ്യത്യസ്തത പുലർത്തുന്നു. യോഹന്നാൻ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പുസ്തകത്തിൽ കുറിക്കുന്നത് മാത്രമല്ല, അത് നിത്യജീവങ്ങളിലേക്ക് നടത്തുന്നതും കൂടെ ആയി മാറുന്നു. അപ്പോൾ തന്നെ ഇതിനകത്ത് 6-ാമത്തെ അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന മഹാസംഭവം എഴുതിയിട്ട് അത് ആ അപ്പത്തിനെ കുറിച്ച് ശിഷ്യന്മാരുമായിട്ട് ആ അത്ഭുതത്തെക്കുറിച്ച് അപ്പത്തെക്കുറിച്ച് സംസാരിച്ച് യേശു കർത്താവ് എത്തിച്ചേരുന്നത് ജീവന്റെ അപ്പത്തിലേക്കാണ്. ഇന്നും ഈ വചനം ഈ പ്രഭാതത്തിൽ പ്രസ്താവിക്കുമ്പോഴും വിവിധ സാഹചര്യങ്ങളിൽ വിവിധങ്ങളായ കാര്യാദികളിൽ ഇടപെട്ട് അന്നത്തിനും ഉടുക്കാനും വേണ്ടി ഉണ്മാനും ഉടുക്കാനും വേണ്ടി നെട്ടോട്ടമോടി തലമുറകളെ സംരക്ഷിക്കാൻ, വീടുണ്ടാക്കാൻ, വസ്തു ഉണ്ടാക്കാൻ ഒക്കെ ഈ ലോകത്തിൽ നെട്ടോട്ടമോടി ജീവിതം തന്നെ ഹോമിച്ചതുപോലെ ഓടി, സമാധാനമില്ലാതെ, സന്തോഷത്തിന് സന്തോഷമില്ലാതെ, പലവിധ വിചാരങ്ങളാൽ വ്യാകുലപ്പെട്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ ഒരു ആശ്വാസത്തിന് ഓടിയെടുത്തുന്ന ദൈവജനത്തോട് ആശ്വാസത്തിന്റെ വാക്കുകളായി പറയുന്ന വചനമാണ് ജീവന്റെ അപ്പം. ഈ ലോകത്തിലെ എല്ലാം നൈമിഷികമാകണമെന്നും ഇവിടുത്തെ അപ്പൻ ടെമ്പററി ആണെന്നും ഇവിടുത്തെ ജീവിതം നൈമിഷികമാകണമെന്നും 7-10 ഏറെയായാൽ 80 മാത്രമാണെന്നും അതിനപ്പുറത്തേക്ക് കഷ്ടതയും പ്രതാപവും അതിനുശേഷം മരണത്തിനപ്പുറത്തൊരു നിത്യജീവനുണ്ടെന്നും അതാണ് യേശു കർത്താവിൻ്റെ വാക്കുകളിലെ ഏറ്റവും ലാളിത്യവും യുണീക്നെസ്സും അതുല്യതയും. ശിഷ്യന്മാരോട് ലോകത്ത് എല്ലാവർക്കും അപ്പമൊക്കെ കൊടുത്ത് തിന്ന് തൃപ്തരായി എല്ലാവരും മടങ്ങി ശിഷ്യന്മാരോട് വേറിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ ആ അവകാശവാദം, അതിനപ്പുറം യേശു തന്നെ ഒന്ന് വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ശിഷ്യന്മാരുമായിട്ടുള്ള സംവാദത്തിനിടയ്ക്ക് യേശു തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. യേശു ആരാണെന്ന്. ജീവന്റെ അപ്പമായി യേശു ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ അവന് വിശക്കിയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഈ യേശു കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് 4-ാം അധ്യായത്തിൽ പറയുമ്പോഴും 7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുമ്പോഴും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജല സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. ആ ജീവജലത്തിന്റെ ഉറവയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവ അത് പൊട്ടിപ്പുറപ്പെടും. 2 വാദങ്ങൾ, 2 യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്. 1, ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു. 2,
ജീവജലം കൊടുക്കുന്ന കർത്താവ് ഇന്നും ഇത് തന്നെയാണ് ഈ പ്രഭാതത്തിന്റെ ഈ വചനത്തിന്റെ ചിന്തയിലൂടെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാനുള്ളത്. നമുക്ക് വേണ്ടി ജീവന്റെ അപ്പമായി ഒരുവനുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഒരു നല്ല ഗോതമ്പ് മണിയായി പാലസ്തീൻ മണ്ണിൽ വിതയ്ക്കപ്പെട്ട് കാലത്തിന്റെ വൈരുപ്യങ്ങളിൽ വളർന്ന് കാലസമ്പൂർണതയിൽ ഗതസമനയിൽ വെച്ച് കൊയ്യപ്പെട്ട് ഗതസമന മുതൽ പീലാത്തോസിന്റെ കൽത്തളം വരെ ബന്ധിക്കപ്പെട്ട് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരിയുടെ കുലത്തളം വരെ അത് പൊടിക്കപ്പെട്ട ദൈവക്രോപാക്തിയുടെ വറചട്ടിയിൽ കിടന്ന് വെന്തു നീറി അപ്പമായി തീർന്ന ജീവന്റെ അപ്പമായ യേശു ക്രിസ്തു. ഇത് ജീവന്റെ അപ്പമാ. ആ കർത്താവ് പറയുക, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ജീവന്റെ അപ്പമായ ക്രിസ്തു. ആ കർത്താവ് പറയുക, എന്റെ അടുക്കിലേക്ക് വാ, ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കുവിൻ. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ നിത്യതയുടെ അവകാശങ്ങൾ, നിത്യതയിലെ പൗരത്വം, സ്വർഗത്തിന്റെ അവകാശങ്ങൾ അതേൽപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് മാറോട് ചേർത്ത് പിടിച്ച് നിത്യതയിലേക്ക് എത്തിക്കുന്ന യേശു കർത്താവിൻ്റെ വാക്കുകൾ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കുഞ്ഞെ, ഇന്ന് മാനുഷികമായി ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാ അപ്പങ്ങളും ആഹാരങ്ങളും നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുമ്പോൾ ഈ ലോകത്തെ കിട്ടുന്നതെല്ലാം, നാം സമ്പാദിക്കുന്നതും നാം കഴിക്കുന്നതും നാം ചെയ്യുന്നതുമെല്ലാം മാനുഷികമായി നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നിന്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ, നിന്റെ ആത്മാവിനെ ജീവിപ്പിക്കാൻ അതെ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു നിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ ജീവജലമായി കർത്താവിൽ നിന്ന് കിട്ടുന്ന ജീവജലം, വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ ജീവജലം നമ്മളിലേക്ക് പകരപ്പെടുവാൻ. ഒന്നുകൂടി പറയാം, ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം നീ കേൾക്കുമ്പോൾ, ഈ ലോകത്തിലെ 24 മണിക്കൂറും ഓരോരോ അഡ്വർടൈസ്മെന്റിൽ നാം കേൾക്കുന്ന പരസ്യങ്ങളുണ്ട്. അതിനകത്തു പറയുന്നത്, നിന്റെ വീട് ഇൻഷുർ ചെയ്യുക, നിന്റെ വസ്തു ഇൻഷുർ ചെയ്യുക, വാഹനം ഇൻഷുർ ചെയ്യുക, അതിനെല്ലാം ഓഫറുകളുണ്ട്. ഇങ്ങനെ ചെയ്യുക, ആരോഗ്യം ഇൻഷുർ ചെയ്യുക, രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കേണ്ട, അവരുടെ കാർഡ് മതി. ആരോഗ്യം ഇൻഷുർ ചെയ്യുക, ശരീരത്തെ ഇൻഷുർ ചെയ്യുക. പക്ഷെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആത്മാവിനെ ഇൻഷുർ ചെയ്യുന്നിടം? അങ്ങനെ ഒരു ഇടമില്ല. അകത്തെ പുറമേയുള്ള മനുഷ്യനെ ഇൻഷുർ ചെയ്യുമ്പോൾ നീ മരിച്ചാൽ, നിന്റെ ജീവിതം തീർന്നാൽ, നിന്റെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നോമിനിക്ക് 2,00,000 രൂപ കിട്ടും. അതാ പറയുന്നേ. എന്നാൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് നീ മരിച്ചാൽ നാളെ നിന്റെ ആത്മാവിനെ ഇൻഷുർ ചെയ്താൽ നിത്യതയിൽ എത്തുമെന്ന്, ഒരിക്കലും മരിക്കാത്ത ഇടമെത്തുമെന്ന്? അതാ ഈ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു പറയുന്നതാ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ പുറമെയുള്ള മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവ് ജീവിക്കും, നിത്യതയിലെത്തുമെന്ന്. ആത്മാവ് ജീവിക്കുന്ന ആത്മാക്കളുടെ ഉടയവനായ യേശു കർത്താവിന്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. ജീവജലത്തിന്റെ നദി, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യനെ, ആത്മാവിനെ ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മരണശേഷം എങ്ങോട്ട് പോകുമെന്ന് അറിയായി വന്നില്ലെങ്കിൽ, ഇന്ന് ആഹ്വാനം ചെയ്യുക, ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിത്യത എവിടെ? അതേ, ആ അകത്തെ മനുഷ്യനെ, ജീവന്റെ അപ്പമാകുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ, അത് ആ അപ്പത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുവാൻ, എന്നെ തിന്നുവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ ആ യേശു കർത്താവിനെ റിസീവ് ചെയ്യുവാൻ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ നദി അത് പാനം ചെയ്യുവാൻ, ആ നദി വിശ്വസിക്കുവാൻ, ആ നദി നമ്മൾ ഏറ്റെടുക്കുവാൻ, മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ കർത്താവിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നതിൽ ആരെങ്കിലും നിത്യജീവനെ അവകാശമാക്കിയിട്ടില്ലെങ്കിൽ, നിത്യ ജീവമൊഴികളുള്ള യേശു കർത്താവിന്റെ ആ ജീവന്റെ അപ്പമാകുന്ന കർത്താവിനെ റിസീവ് ചെയ്യുവാൻ, ഹൃദയത്തിനകത്ത് സ്വീകരിക്കുവാൻ, ജീവജല നദി സ്വീകരിക്കുവാൻ, ജീവജല നദി
റിസീവ് ചെയ്യുവാൻ, അത് മറ്റുള്ളവരിലേക്കൂടെ പകരപ്പെടുവാൻ ദൈവം ഇവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരെ, മറ്റെല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ മറയട്ടെ. ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. താങ്ക് യു സോ മച്ച്.